ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് മൊത്തവും ചക്ക വിശേഷമാണ്. രാവിലെ തന്നെ തുടങ്ങി. വീടിൻ്റെ താഴത്തെ വീട്ടിൽ, അതായത് ഞങ്ങളുടെ ബന്ധു തന്നെ അവിടെ വീട്ടിൽ ചക്ക ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ ചക്ക മൊത്തം പോകുമെന്ന് പറഞ്ഞിട്ട് ചക്ക മൊത്തം പറിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് ദിവസമായി ചക്ക കൂട്ടിയിട്ട് ചക്ക പുഴുക്ക് തിന്നണമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്ന. അപ്പം ചക്ക പറിച്ചു. രണ്ട് ഒന്നിൽ നിന്ന് 5 ചക്കയും മറ്റേൽ നിന്ന് ഒരു 4 ചക്കയും അങ്ങനെ എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഇപ്പുറത്ത് തന്നെ ഇഷ്ടംപോലെ ചക്കയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അയൽവാസി 2 ചേട്ടന്മാർ വന്നിട്ട് അവർ ചക്ക പറിക്കണ്ടായി. അപ്പോൾ വീണ്ടും അങ്ങനെ അത് പറിച്ച്. പിന്നെ ഞങ്ങൾ ഈ ചക്ക നല്ല പുഴുങ്ങാൻ പറ്റിയ ചക്കയാണ്. നല്ല മൂത്തതും തന്നെയാണ്, നല്ല പച്ച. അപ്പം പിള്ളേരും എല്ലാവരും കൂടി ഞങ്ങളിതൊന്ന് ഉലിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പം മീനും വന്ന് മീൻകറി, ചക്കപ്പുഴുക്കും മീൻകറിയും ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും ഉത്സാഹിച്ചത് ശരിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് മൊത്തം ഉലിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ കുക്കറിലോട്ട് തന്നെ വെക്കാമെന്നുണ്ട്. കുക്കറിലോട്ട് കഴുകിയിട്ടാണ് ഞാൻ കുക്കറിലോട്ട് ഇടുന്നുണ്ട്. പിന്നെ മീൻ ഇതാണ്, വലിയ നങ്ക്. അപ്പം 360 രൂപ. ഞാൻ പിന്നെ 100 രൂപക്ക് മതി എന്ന് പറഞ്ഞിട്ട്, ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം മോൻ കൂട്ടമൊന്നുമില്ല. അപ്പം ഞാനിത് വലിയ നങ്കാണ്. അപ്പോൾ അത് പൊളിക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് വലിയ നങ്ക് പൊളിച്ചിട്ട് അത്ര ശീലമില്ല. ചെറിയ നങ്കാണെങ്കിൽ പെട്ടെന്ന് പൊളിക്കാൻ പറ്റും. അപ്പം ചക്ക ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് കുക്കറിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളം, നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ച് അത് വെള്ളമായിപ്പോൾ, അതുകൊണ്ട് 1/2 ഗ്ലാസ്, ഒരു ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ ഒരു 2 വിസിലിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. തേങ്ങ അരപ്പ് ഞാൻ വെന്തതിന് ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴത്തേക്ക് ഇവിടെ പിന്നെ കല്ലിറക്കാൻ വണ്ടി വന്നിട്ടുണ്ട്. അതായത് ഇവിടെ മതിൽ കെട്ടുന്നുണ്ട്. മതിൽ ഇങ്ങനെ കെട്ടുന്നു. അപ്പം അതിന് വേണ്ടി പിന്നെ കല്ലിറക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ചക്ക അടുപ്പത്ത് വെച്ച് മീൻ കറി ആക്കാൻ വേണ്ടി മീനൊന്ന് ശരിയാക്കാൻ വിചാരിച്ചു. ആദ്യം അകത്ത് തന്നെ ചെയ്ത് പിന്നെ